ഈ മനോഹരമായ ഞായറാഴ്ചയിൽ നാം ധ്യാനിക്കുന്നത് എമ്മവുസിലേക്ക് യാത്ര പോകുന്ന 2 ശിഷ്യന്മാരെക്കുറിച്ചാണ്. യേശുവിന്റെ മരണം കഴിഞ്ഞ് 3-ാം നാൾ അവർ നിരാശരായി ജെറുസലേമിൽ നിന്ന് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. അവരുടെ പാദങ്ങൾ തളർന്നിരിക്കുന്നു, മുഖങ്ങൾ വാടിയിരിക്കുന്നു. അവർ തമ്മിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്: ഇസ്രായേലിനെ രക്ഷിക്കാനിരുന്നവൻ ഇവൻ എന്ന് ഞങ്ങൾ പ്രത്യാശിച്ചിരുന്നു എന്ന ആ വാചകത്തിൽ വലിയൊരു വേദനയുണ്ട്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും പലപ്പോഴും ഈ എമ്മവുസ് യാത്രകൾ സംഭവിക്കാറുണ്ട്. നമ്മുടെ മക്കൾ നന്നായി വരുമെന്ന് ഞാൻ പ്രത്യാശിച്ചിരുന്നു. നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാകുമെന്ന് ഞാൻ പ്രത്യാശിച്ചിരുന്നു. രോഗങ്ങൾ മാറുമെന്ന് ഞാൻ പ്രത്യാശിച്ചിരുന്നു. എല്ലാ കുടുംബങ്ങളിലും ഓരോ എമ്മവുസ് യാത്രകളുണ്ട്. സങ്കടങ്ങൾ പങ്കുവച്ച് നിരാശരായി നടക്കുന്ന വഴികൾ. എന്നാൽ ആ വഴികളിലാണ് അപ്രതീക്ഷിതമായി യേശു കടന്നുവരുന്നത്. ഒരു ചെറിയ കഥ പറയാം. ഒരു ഇടത്തരം കുടുംബം, അച്ഛനും അമ്മയും 2 മക്കളും. പുറമേ അവർ സന്തോഷത്തിലായിരുന്നു. എന്നാൽ വീടിനുള്ളിൽ അവർ 4 പേരും 4 ദ്വീപുകളിലെന്ന പോലെ കഴിഞ്ഞു. അച്ഛൻ ജോലിത്തിരക്കിലും അമ്മ അടുക്കളയിലും മക്കൾ ഫോണുകളിലും മുഴുകി. അവർ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കഴിക്കും. മക്കളുടെ മനസ്സിലെ വിഷമങ്ങൾ അച്ഛനമ്മമാർ അറിഞ്ഞില്ല. അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ മക്കളും. ഒരു ദിവസം ആ വീട്ടിലെ മുതിർന്ന മകൻ വലിയൊരു വിഷാദത്തിലേക്ക് വീണു. ആ വീടിന്റെ അന്തരീക്ഷം ആകെ മാറി. ആ അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞു തങ്ങൾ ഒരേ വീട്ടിലുണ്ടെങ്കിലും പരസ്പരം കാണുന്നില്ലെന്ന്. അന്ന് ആ അച്ഛൻ ഒരു തീരുമാനമെടുത്തു. ഇനിമുതൽ രാത്രി ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിക്കണം, ഫോണുകൾ പുറത്തുവെക്കണം. ആദ്യത്തെ കുറച്ചു ദിവസം എല്ലാവരും മൗനമായിരുന്നു. എന്നാൽ 2-ാമത്തെ ആഴ്ചയിൽ ചെറിയ മകൾ അവളുടെ സ്കൂളിലെ സങ്കടങ്ങൾ പറഞ്ഞു തുടങ്ങി. മകൻ തന്റെ ഉത്കണ്ഠകൾ പങ്കുവച്ചു. അച്ഛൻ തന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു. ആ ഡൈനിംഗ് ടേബിൾ ഒരു പ്രാർത്ഥനാമുറിയായി മാറി. ആ കുടുംബത്തിലെ തകർന്ന ബന്ധങ്ങൾ യേശുവിന്റെ സാന്നിധ്യത്താൽ സൗഖ്യപ്പെട്ടു. ഈ സുവിശേഷ ഭാഗം നമ്മുടെ കുടുംബജീവിതത്തിന് 3 വലിയ പാഠങ്ങൾ നൽകുന്നു. 1. പരസ്പരം കേൾക്കുന്ന കുടുംബം. യേശു ആ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ ആദ്യം പ്രസംഗിക്കുകയല്ല ചെയ്തത്. പകരം അവരോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഈ കാര്യങ്ങളെന്ത്? വാക്യം 17. അവരുടെ വേദനകൾ പറയാൻ യേശു അവർക്ക് അവസരം നൽകി. നമ്മുടെ കുടുംബങ്ങളിലും ഇതാണ് ആവശ്യം. മക്കളോട് നിർദ്ദേശങ്ങൾ നൽകുന്നതിനു മുൻപ് അവരുടെ ഹൃദയത്തിലെ സങ്കടങ്ങൾ കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പങ്കാളിയുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യേശുവിനെപ്പോലെ കാതോർക്കുന്നവരാകുക. 2. ഞങ്ങളോടൊപ്പം താമസിക്കണമേ എന്ന ക്ഷണം. യാത്രയുടെ ഒടുവിൽ യേശു മുന്നോട്ടു പോകാൻ ഭാവിക്കുന്നു. എന്നാൽ ശിഷ്യന്മാർ അവനെ നിർബന്ധിച്ചു. ഞങ്ങളോടൊപ്പം താമസിക്കണമേ, സന്ധ്യയാകുന്നുവല്ലോ. വാക്യം 29. യേശു ഒരിടത്തും അതിക്രമിച്ചു കയറില്ല. നമ്മുടെ കുടുംബങ്ങളിലേക്ക് നാം അവനെ ക്ഷണിക്കണം. കുടുംബത്തിൽ തർക്കങ്ങളുണ്ടാകുമ്പോൾ, സമാധാനം നഷ്ടപ്പെടുമ്പോൾ, കർത്താവേ, ഞങ്ങളോടൊപ്പം താമസിക്കണമേ എന്ന് വിളിച്ച് അപേക്ഷിക്കണം. കുടുംബപ്രാർത്ഥന എന്നത് വെറുമൊരു ചടങ്ങല്ല, അത് യേശുവിനെ നമ്മുടെ വീടിന്റെ മധ്യത്തിലേക്ക് ക്ഷണിക്കലാണ്. 3. അപ്പം മുറിക്കലിലെ തിരിച്ചറിവ്. ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം വരുന്നത് മേശയ്ക്ക് ചുറ്റുമിരിക്കുമ്പോഴാണ്. യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് നൽകി. അപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ തിരിച്ചറിഞ്ഞു. വാക്യം 31. കടലിലൂടെ നടന്നപ്പോഴോ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴോ അല്ലാത്ത ഒരു തിരിച്ചറിവ് അവർക്ക് ഭക്ഷണമേശയിൽ വെച്ച് ലഭിച്ചു. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയം പവിത്രമാണ്. അത് സ്നേഹം പങ്കുവയ്ക്കാനുള്ള ഇടമാണ്. അവിടെയാണ് സ്നേഹത്തിന്റെ രൂപത്തിൽ യേശു വെളിപ്പെടുന്നത്. ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. യേശു മറിഞ്ഞുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവൻ വഴിയിൽ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, യേശു കൂടെയുള്ള കുടുംബങ്ങളിൽ സ്നേഹം ജ്വലിച്ചുകൊണ്ടിരിക്കും. അവിടെ നിരാശയുണ്ടാകില്ല. എമ്മവുസിലേക്ക് നിരാശരായിപ്പോയവർ സന്തോഷത്തോടെ തിരികെ ജെറുസലേമിലേക്ക് ഓട്ടി. നമുക്കും നമ്മുടെ കുടുംബങ്ങളെ ക്രിസ്തുവിന് വിട്ടുകൊടുക്കാം. ഈ ആഴ്ചയിൽ ഒരു തീരുമാനമെടുക്കാം. 1. കുടുംബാംഗങ്ങളുടെ വേദനകൾ ക്ഷമയോടെ കേൾക്കാം. 2. ഒരു നേരമെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. 3. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കണമേ എന്നെപ്പോഴും പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.